ഈ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ നൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാമറ എന്ത് ചെയ്യും, കളറിലേക്ക് സ്വിച്ച് ആവും. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്നൊരു വെട്ടം അങ്ങോട്ട് തെളിയുന്ന സമയത്ത്, ഇപ്പോൾ ഒരു കള്ളൻ പാത്തും പതുങ്ങി അവിടെ വരുവാണ്, പെട്ടെന്നൊരു വെട്ടം തെളിയുന്ന സമയത്ത് നമ്മൾ ആരാണെങ്കിലും അങ്ങോട്ട് നോക്കിപ്പോവും. ആ ഒരു സമയത്ത് നമ്മുടെ ഫേസ് അവിടെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറകൾ നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ക്യാമറകൾ ഇറങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 2.5 ലക്ഷത്തോളം വ്യൂസ് ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഈ ക്യാമറ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അധികം ടെസ്റ്റ് ചെയ്യാതിട്ട വീഡിയോ ആണ്. പക്ഷേ ഇതിപ്പോൾ കുറേ നാളായിട്ടുണ്ട്. ഈ ക്യാമറകൾ ഒരുപാട് നമ്മുടെ അടുത്തുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്, ഈ ക്യാമറകളിലുള്ള യൂസർ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു 2 മെഗാ പിക്സൽ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണ്. ഇതൊരു 4 മെഗാ പിക്സൽ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണ്. നമുക്ക് ഇതേപോലെ തന്നെയുള്ള മെമ്മറി കാർഡ് ഇടാവുന്ന ടൈപ്പ് സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറകളും വരുന്നുണ്ട്. മെമ്മറി കാർഡ് ഇടണമെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മോഡൽ നമ്പറിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് എഫ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. സാധാരണ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്യാമറകൾ വളരെയധികം കൂരിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ എടുത്തു വയ്ക്കും. അവിടെ നമ്മൾ ലൈറ്റോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ഫ്ലഡ് ലൈറ്റോ ഒന്നും തന്നെ കൊടുക്കുകയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് മോഷൻ ബ്ലർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്യാമറയുടെ സെറ്റിങ്സിൽ കയറിയിട്ട് മാറ്റം വരുത്താനുള്ളതേ ഉള്ളൂ. ക്യാമറയുടെ ഷട്ടർ സ്പീഡ് 1/25 എന്നായിരിക്കും കിടക്കുന്നത്. അത് 1/50ലേക്കോ 100ലേക്കോ ഇട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. പക്ഷെ അങ്ങനെ മാറ്റുന്ന സമയത്ത് ക്യാമറയിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ആ നേരത്തെ കണ്ട പോലെ അത്രയും വലിയ ഒരു ബ്രൈറ്റ്നസ് വീഡിയോയിൽ കാണാൻ സാധിക്കുകയില്ല. കുറച്ച് ഡിമ്മായിട്ട് ക്യാമറ പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ മോഷൻ ബ്ലർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറകൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ IR ഫ്ലഡ് ലൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിലൊക്കെ IR ഫ്ലഡ് ലൈറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഏതാണ്ട് 2500 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റ് വിഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ് ആ ഒരു ഏരിയയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ എന്ന് വെച്ചാൽ വെഹിക്കിൾ ഡിറ്റക്ഷനും അതുപോലെ തന്നെ ഹ്യൂമൻ ഡിറ്റക്ഷനും ഉള്ള ക്യാമറയാണ്. അതായത് ടാർഗറ്റ് ക്ലാസിഫിക്കേഷനിൽ ഹ്യൂമൻ ആൻഡ് വെഹിക്കിൾ ഡിറ്റക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഒരു മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കളറിലേക്ക് നൈറ്റിൽ ഓട്ടോമാറ്റിക് സ്വിച്ച് ആകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു 6-7 മീറ്ററിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഞാനൊരു 6-7 മീറ്റർ ദൂരെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ക്യാമറ കളറിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞാനൊരു 50 മീറ്റർ അല്ലെങ്കിൽ 40 മീറ്റർ ദൂരെയാണ് ഞാൻ മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ മൂവ്മെൻറ്റ് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് ക്യാമറ കളറിലേക്ക് സ്വിച്ച് ആകാൻ സാധ്യതയില്ല. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരു ആവറേജ് ഹൈറ്റിലൊക്കെ നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഒരു 6 to 7 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 8 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് കളറിലേക്ക് സ്വിച്ച് ആകുന്നത്. അപ്പോൾ അല്ലാതെ നിങ്ങൾ ക്യാമറ എടുത്തുകൊണ്ട് പോയിട്ട് 15-20 മീറ്റർ ദൂരെ നിന്നിട്ട് ഇത് സ്വിച്ച് ആകുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചില സമയത്ത് ചിലപ്പോൾ സ്വിച്ച് ആയേക്കാം. അതിന് ആ ഒരു ക്യാമറയുടെ സെൻസറിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിനനുസരിച്ചിരിക്കും, നമ്മൾ വയ്ക്കുന്ന ക്യാമറയുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ചിരിക്കും അങ്ങനെ ഓട്ടോമാറ്റിക് സ്വിച്ച് ആകുന്ന ആ ഒരു കാര്യം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ക്യാമറകൾ സ്മാർട്ട് ഹൈബ്രിഡ് ആണല്ലോ എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറയൊന്നുമല്ല. നമ്മൾ ഏതെങ്കിലും റോട്ടിലേക്കൊക്കെ എടുത്തിട്ട് ഈ ക്യാമറ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ വണ്ടിയൊക്കെ പോകുന്ന വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നല്ലാതെ ഒരിക്കലും ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് രാത്രിയിൽ കാണുന്ന ഒരു നിർബന്ധമില്ല. പകൽ ചിലപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന വണ്ടിയുടെയൊക്കെ നമ്പർ പ്ലേറ്റ് കണ്ടേക്കാം. പക്ഷേ ഒരിക്കലും ഇതൊരു നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറയൊന്നും അല്ല എന്നുള്ള കാര്യം ഞാൻ എല്ലാവരും ഉറപ്പിക്കുകയാണ്. പിന്നെ ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രശ്നമായിട്ട് പലരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കാർ പോർച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഈ ക്യാമറ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു വണ്ടി ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും, ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, ആ ബൈക്കിൻ്റെ മുകളിൽ ഒരു ഹെൽമെറ്റ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ടൈപ്പ് ക്യാമറകളിൽ നിന്ന് ഫോൾസ് നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കോൺഫിഗറേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 95% നമുക്ക് അങ്ങനെയുള്ള ഫോൾസ് നോട്ടിഫിക്കേഷൻ വരാത്ത രീതിയിൽ ഈ ക്യാമറകൾ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ഒരു കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല, വെറുതെ നമ്മൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷനും അല്ലെങ്കിൽ മോഷൻ ഡിറ്റക്ഷനൊക്കെ നമ്മൾ വെറുതെ എനേബിൾ ചെയ്ത് കൊടുത്തേക്കുവാണെങ്കിൽ ഈ ക്യാമറകളിൽ നിന്ന് അല്ലാതെ രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിട്ട് പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനം പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല രീതിയിൽ കോൺഫിഗറേഷൻ ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്മുടെ
കോൺടാക്റ്റ് നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചാൽ മതി. ഇത് ഓഫീസ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് ദിവസങ്ങളിൽ ഓഫീസ് വർക്കിംഗ് അല്ലാത്ത ദിവസങ്ങളിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളിവിടെ ഫോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മിസ്ഡ് കോൾ കാണുമ്പോൾ ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുവരെ ഈ ക്യാമറകൾ ഡീൽ ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വയ്ക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ കമൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ റിപ്ലൈ തരാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോസ് പൊതുവേ എൻ്റെ വീഡിയോസൊക്കെ കാണാറുള്ളതെന്ന് വെച്ചാൽ ടെക്നീഷ്യൻസ് ഒക്കെ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളും അവിടെ കമൻറ്റ് ബോക്സിൽ എഴുതി വയ്ക്കുക. മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.